ഫിസിയോതെറാപ്പി ഓസ്ട്രേലിയ, UK, ന്യൂസിലൻഡ് പോലെയുള്ള കൺട്രീസിൽ പഠിക്കുന്നത് നല്ലതാണോ? സാലറി, പ്ലേസ്മെൻറ്റ്സ്, വർക്ക് ലൈഫ് കൾച്ചർ, ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഫുൾ ടൈം ചിലവഴിക്കാൻ താല്പര്യമില്ല, ഫിറ്റ്നസ്, മൂവ്മെൻറ്റ്, സ്പോർട്സ്, റീഹാബിലിറ്റേഷൻ, റിക്കവറി, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ട മേഖലയെങ്കിൽ ഫിസിയോതെറാപ്പി മൈറ്റ് ബി ജെനുവലി വൺ ഓഫ് ദ ബെസ്റ്റ് ഹെൽത്ത് കെയർ കരിയേഴ്സ് ഫോർ യു ടു സ്റ്റഡി അബ്രോഡ്. ഓസ്ട്രേലിയയിലെ കറൻ്റ്ലി വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഫിസിയോതെറാപ്പി സ്റ്റുഡൻസിനായിട്ട്. ഓസ്ട്രേലിയ മാത്രമല്ല, ന്യൂസിലൻഡും UK ഒക്കെ തന്നെ ബെസ്റ്റാണ്. ഗുഡ് സാലറീസ്, വെരി ഗുഡ് വർക്ക് ലൈഫ് ബാലൻസ്, ഹ്യൂജ് ക്ലിനിക്കൽ എക്സ്പോഷർ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഫിസിയോതെറാപ്പിസ്റ്റ് ഹിയർ ആർ highly regarded among healthcare professionals. But there are things that students don't realize before joining the course. Placements നല്ല ബുദ്ധിമുട്ടുള്ളതാണ്, അതുപോലെ അക്കാഡമിക് വർക്ക് ലോഡ് ഹെവിയാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ട് ഹെൽത്ത് കെയർ പാത്ത് വേ ഡിഗ്രിയാണ് എന്ന് വിചാരിക്കരുത്, അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫിസിയോതെറാപ്പി എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, പ്ലേസ്മെൻറ്റ്സ് ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കരിയർ ഓപ്പർച്യൂണിറ്റീസും സാലറി, വർക്ക് ലൈഫ് കൾച്ചർ, അങ്ങനെ നിങ്ങൾ ഫിസിയോതെറാപ്പിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും 2027 ഫിസിയോതെറാപ്പി എടുക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വാട്ട് ഈസ് ഫിസിയോതെറാപ്പി? ഫസ്റ്റ് ഓഫ് ഓൾ, ഒത്തിരി പേര് ചിന്തിക്കുന്നത് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ മസാജസും എക്സസൈസ് സെഷൻസും അതൊക്കെ പറഞ്ഞു തരുന്ന പ്രൊഫഷണൽസാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് ഓണസ്റ്റ്ലി ഇറ്റ്സ് മച്ച് ഡീപ്പർ ദാൻ ദാറ്റ്. ഫിസിയോതെറാപ്പിസ്റ്റ് ഹെൽപ്പ് പീപ്പിൾ recover their movements, function, strength, mobility and quality of life after maybe a sports injury അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്. ഇതിനൊക്കെ ശേഷം നമ്മൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്താൻ, നമ്മുടെ മോട്ടോർ ഫങ്ഷൻസ് ഒക്കെ തിരിച്ചെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഉഗ്രൻ പ്രൊഫഷണൽസാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ഏതൊക്കെ മേഖലകളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പോർട്സ് ഇഞ്ചുറീസ്, ബാക്ക് പെയിൻ, സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ, പോസ്റ്റ് സർജറി റിക്കവറി, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, എൽഡർലി മൊബിലിറ്റി ഇഷ്യൂസ്, ICU റിക്കവറി, കാർഡിയോ റെസ്പിറേറ്ററി റീഹാബിലിറ്റേഷൻ, പീഡിയാട്രിക് പേഷ്യൻസ്, അത്ലറ്റ്സ്, വർക്ക് പ്ലേസ് ഇഞ്ചുറീസ്, ഇങ്ങനെ പല 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 മേഖലകളിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഫിസിയോതെറാപ്പിസ്റ്റിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK പോലെയുള്ള കൺട്രീസിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആർ ഗിവൺ സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ റെസ്പോൺസിബിലിറ്റി ആസ് വെൽ. പേഷ്യൻസ് ഇഞ്ചുറിക്ക് ശേഷം ഡയറക്റ്റ്ലി ഫിസിയോതെറാപ്പിസ്റ്റിനെ വിസിറ്റ് ചെയ്യാൻ വരാം. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് അവരെ അസസ് ചെയ്യേണ്ടി വരും, ട്രീറ്റ്മെൻറ്റ് പാത്ത് വേസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും, റിക്കവറി പ്രോഗ്രഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട് ഫിസിയോതെറാപ്പി ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ പഠിക്കണം? വൺ മേജർ റീസൺ സ്റ്റുഡൻസ് ഷുഡ് ചൂസ് സച്ച് കൺട്രീസ് ഇസ് ഫിസിയോതെറാപ്പി ഹിയർ ഇസ് ഹൈലി സ്ട്രക്ചേർഡ് ആൻഡ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ്. ഈ പ്രോഗ്രാംസ് ഓസ്ട്രേലിയൻ ഫിസിയോതെറാപ്പി കൗൺസിൽ, ഓസ്ട്രേലിയയിലെ പ്രോഗ്രാം ആണെങ്കിൽ APC അക്രഡിറ്റഡ് ആണ് ആൻഡ് റെഗുലേറ്റഡ് അണ്ടർ APRA ആണ്. ആൻഡ് ഓണസ്റ്റ്ലി ട്രെയിനിങ് ക്വാളിറ്റി എക്സലൻ്റ് ആണ്. കാരണം നമ്മൾ തിയറി മാത്രമല്ല ഇവിടെ പഠിക്കുന്നത്, നമ്മൾ പ്രാക്ടിക്കൽ പ്ലേസ്മെൻറ്റും കൂടി പഠനത്തിൻ്റെ ഭാഗമാണ്. വർക്ക് ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഹൺഡ്രഡ്സ് ഓഫ് അവേഴ്സ്, അറൗണ്ട് 800 to 1000 അവേഴ്സ് എല്ലാ ഈ അക്രഡിറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും പഠിക്കുമ്പോഴും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസിലോ, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ക്ലിനിക്സോ, സ്പോർട്സ് ഫെസിലിറ്റീസിലോ, ഏജ് കെയർ സെൻറ്റേഴ്സിലോ, പ്രൈവറ്റ് പ്രാക്ടീസിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഈ അവേഴ്സ് തികയ്ക്കുന്നുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റീസും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി വാല്യുബിൾ പ്രൊഫഷനാണ് ഫിസിയോതെറാപ്പി. ഒരിക്കലും ഏത് കോവിഡ് വന്നാലും ഏത് റിസഷൻ വന്നാലും അഫക്റ്റ് ചെയ്യാത്ത വർക്ക് ലൈഫ് ബാലൻസിൽ നമ്പർ 1 നിൽക്കുന്ന ഒരു പ്രൊഫഷനാണ് ഫിസിയോതെറാപ്പി എന്ന് ഓർമ്മ വേണം. അപ്പോൾ യൂഷ്വലി ഇവർ വർക്ക് ചെയ്യേണ്ടി വരുന്നത് 40 മണിക്കൂർ ഒരാഴ്ച ചെയ്താൽ മതി. ആൻഡ് ഹൈലി റിവാർഡിംഗ് ആണ്, നല്ല പേ ഉണ്ട്. വീക്കെൻഡ്സ് ഒക്കെ വർക്ക് ചെയ്യേണ്ട വരുവാണെങ്കിൽ സാധാരണ 1.5 times ദ പേ ഓഫ് ബേസിക് പേ കിട്ടും. ആൻഡ് പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിൽ ഇരട്ടി പേ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കോമ്പൻസേഷൻ ലീവായിട്ട് നമുക്ക് മിനി വർക്ക് പ്ലേസസ് ലഭിക്കുന്നുണ്ട് ഈ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക്. നമുക്കിനി ആക്ച്വൽ കോഴ്സ് സ്ട്രക്ചറിനെ പറ്റി സംസാരിക്കാം. ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി പ്രോഗ്രാം ആണെങ്കിൽ 4 വർഷമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാച്ച് ഓഫ് നഴ്സിംഗ് 3 years കാണുള്ളൂ. പക്ഷേ ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി പോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ 4 വർഷം തന്നെയാണ്. മിക്ക ഹെൽത്ത് റിലേറ്റഡ് ഡിഗ്രീസ് ഇൻ ഓസ്ട്രേലിയ, UK or ന്യൂസിലൻഡ് ഈസ് 4 years. ആദ്യത്തെ 2 വർഷം ഹെവിലി നമ്മൾ ഫൗണ്ടേഷൻ ലേണിംഗ് ആയിരിക്കും. കോർ സബ്ജക്ട്സ് ഒക്കെ പഠിച്ച് ഫിസിയോതെറാപ്പിയുടെ ബേസിക്സ് ഒക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അനാറ്റമി, ഫിസിയോളജി, ബയോമെക്കാനിക്സ്, ന്യൂറോ സയൻസ്, എക്സസൈസ് സയൻസ്, ഹ്യൂമൻ മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യത്തെ 2 വർഷം കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അനാറ്റമി ആണ് ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത്. ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഡോക്ടർമാരും പറയുന്നതാണ് അനാറ്റമി പഠിക്കാൻ നല്ല പാടാണ്. സോ ദാറ്റ് ബിക്കംസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. ലേറ്റർ ഇയേഴ്സിൽ, ബാക്കി 3rd and 4th ഇയറിൽ ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻസിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. മസ്കുലോസ്കെലിറ്റൽ ഫിസിയോതെറാപ്പി, ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി, സ്പോർട്സ് റീഹാബ്, കാർഡിയോ റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി, കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ തുടങ്ങിയ പല പല മേഖലകളിലേക്കായിരിക്കും പോകുന്നത്. ആൻഡ് പ്ലേസ്മെൻറ്റ്സ് ഒരു 3rd ഇയർ ലാസ്റ്റിലേക്കും 4th ഇയറിലും പ്ലേസ്മെൻറ്റ്സ് ഹെവിലി ഇൻറ്റൻസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം സം യൂണിവേഴ്സിറ്റീസ് ക്ലിനിക്കൽ എക്സ്പോഷർ ഇയർ 1 തൊട്ട് തന്നെ തരുന്നുണ്ട്. അങ്ങനെയുള്ളതും വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ബേസ് സെറ്റിങ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ 2nd ഇയർ തൊട്ടേ പാർട്ട് ടൈം ജോബും കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നതും സൂപ്പറായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്താം. ഈ കോഴ്സ് ഈസി അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അക്കാഡമിക്കലി ഡിമാൻഡിങ് ആണ്.
അപ്പം ഈ ഒരു പ്രൊഫഷന് ആവശ്യമായ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, ക്ലിനിക്കൽ റീസണിങ് വേണം, ടീം വർക്ക്, പ്രൊഫഷണലിസം ആൻഡ് പ്രാക്ടിക്കൽ കോൺഫിഡൻസ്. ഇത് എന്തൊക്കെയാണ്, ഇത് എന്തിനാണ് വരുന്നതെന്ന് വർക്ക് പ്ലേസിൽ ഒരു സെറ്റിംഗ് വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാവുന്ന ടൈപ്പ് ഓഫ് ഡിഗ്രി അല്ല. പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് എസ്പെഷ്യലി നല്ല പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുകയും പേഷ്യൻസുമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു സ്കില്ലുണ്ടെന്ന് ഇവർ ഉറപ്പാക്കുകയും ചെയ്യും. അപ്പോൾ അതിനാണ് ഈ ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ വളരെ നമുക്ക് 7 ബാൻഡ് വേണമെന്നൊക്കെ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഫിസിയോതെറാപ്പി നല്ല കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ ഷാർപ്പൻ ചെയ്യണം. നന്നായി സംസാരിക്കാനും ആൾക്കാരുമായിട്ട് ഇടപെടാനും ഒക്കെ നല്ലൊരു സ്കില്ല് ഉള്ളത് വളരെ അത്യാവശ്യമാണ്. അറൗണ്ട് 5 to 8 ബാക്ക് പേപ്പേഴ്സ് വരെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫയൽസ്. പക്ഷേ അക്കാഡമിക് പ്രൊഫൈൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളവർക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഇനി ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ സ്റ്റുഡൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ബാച്ചിലേഴ്സ് ചെയ്യണോ മാസ്റ്റേഴ്സ് ചെയ്യണോ, നാട്ടിൽ ബാച്ചിലേഴ്സൊക്കെ പഠിച്ചിട്ട് പിന്നെ മാസ്റ്റേഴ്സ് 2 കൊല്ലം പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ്. നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി പഠിക്കാൻ പറ്റുന്ന ഇയർ 12 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കാണ് 4 വർഷം പഠിക്കേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസ് ഡബിളാണ്, കാരണം മാസ്റ്റേഴ്സ് ഇസ് എ 2 ഇയർ ഡിഗ്രി. അപ്പോൾ സ്റ്റുഡൻസ് ഹെൽത്ത് കെയറിലേക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് നേരെ നിങ്ങൾ ടൈം സേവ് ചെയ്ത് നേരെ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് അക്രഡിറ്റേഷൻ കിട്ടി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി ആണെങ്കിൽ നമുക്ക് ഒരു റിലേറ്റഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആൾക്ക് ഫിസിയോതെറാപ്പിയുടെ മാസ്റ്റേഴ്സിലേക്ക് നേരെ വരാൻ പറ്റും. അപ്പം ഹെൽത്ത് സയൻസോ എക്സസൈസ് സയൻസോ ബയോമെഡിക്കൽ സയൻസോ ഒക്കെ പഠിച്ചവർക്കും മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ യൂഷ്വലി ഇത് 2 വർഷത്തേതാണ്, 2 വർഷത്തെ ഡിഗ്രിയാണ് മാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ മിനിമം 2 കൊല്ലം പഠിച്ചാലേ ഓസ്ട്രേലിയയിൽ സ്റ്റേ ബാക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഓസ്ട്രേലിയയിലെ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസ് മാത്രം കവർ ചെയ്യാം. നമുക്ക് ന്യൂസിലൻഡും UK-യും ഒക്കെ അതിൻ്റെ അക്രഡിറ്റഡ് ലിസ്റ്റ് ആവശ്യമുള്ളവരെ നമ്മൾ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടാതിരിക്കാനായിട്ട് ഞാൻ നടത്തിയ റിസർച്ച് ജസ്റ്റ് ഐ എം ലിസ്റ്റിംഗ് ഓസ്ട്രേലിയയുടെ അപ്ര സൈറ്റിൽ അക്രഡിറ്റഡ് പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ആ ലിസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 59ഓളം പ്രോഗ്രാംസ് ഉണ്ട്. അതിനകത്ത് മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും മിക്സഡ് ആണ്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടും ഒരേ യൂണിവേഴ്സിറ്റിയുടെ എക്സിസ്റ്റിംഗ് കോഴ്സിൻ്റെ പേര് ഓണേഴ്സ് വെച്ചിട്ടും ഓണേഴ്സ് ഇല്ലാണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളൊന്ന് ഈസിയാക്കി അപ്രയുടെ സൈറ്റിലെ അപ്രൂവ്ഡ് പ്രോഗ്രാംസിനെ ഒരു എക്സലിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സലിലെ ലിങ്ക് ആവശ്യമുള്ളവരും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആക്സസ് തരാം. അപ്പോൾ അതിലേക്ക് ആക്സസ് കിട്ടാനുള്ളൊരു ഫോമും നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇനി ഡയറക്റ്റ് അപ്രൂവ്ഡ് പ്രോഗ്രാംസ് പോർട്ടലിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. സം ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഓഫറിംഗ് അക്രഡിറ്റഡ് ബാച്ചിലേഴ്സ് പ്രോഗ്രാം, അതാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി, മൊനാഷ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡ്, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്, വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി, ഫ്ലിൻഡേഴ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ, ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിലും ഉണ്ട്. ആൻഡ് മെനി മോർ അക്രോസ് ഓസ്ട്രേലിയ. അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഏകദേശം 30ഓളം യൂണിവേഴ്സിറ്റീസിൽ ബാച്ചിലേഴ്സ് പ്രോഗ്രാം അവൈലബിൾ ആണ്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം 14 യൂണിവേഴ്സിറ്റീസിലുണ്ട്. RMIT, UTS, വിക്ടോറിയ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയ, സം ഓഫ് ദ നെയിംസ്. ഇനി ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചാൽ QS റാങ്കിങ് ബൈ സബ്ജക്റ്റിൽ സ്പോർട്സ് സയൻസ് എന്നുള്ള ഒരു മേഖല, ആ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് കൺട്രി വൈസ് ലിസ്റ്റിംഗ് ചെയ്യാം. അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അതിൽ കയറി നോക്കുമ്പോൾ ഓസ്ട്രേലിയ എന്നുള്ള ഫിൽറ്റർ ഇടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രാജ്യം വൈസ് കണ്ടുപിടിക്കാനും പറ്റും. സ്പോർട്സ് റിലേറ്റഡ് സബ്ജക്റ്റിലെ QS റാങ്കിങ് വെച്ചിട്ട് നിങ്ങൾക്ക് റാങ്കിങ് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഒളിമ്പിക്സ് ഇവിടെ ഓസ്ട്രേലിയയിൽ വരാൻ പോവാണ്, ബ്രിസ്ബെയിനിൽ. അപ്പോൾ ബ്രിസ്ബെയിൻ ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനൊക്കെ ഒരു വലിയ മേൽക്കോയ്മയുണ്ട്. അവിടെ പഠിക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫിസിയോതെറാപ്പിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ അഡ്വാൻറ്റേജസ് ആണ്. കോസ്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കുകയും ചെയ്യാം. ആൻഡ് ഓൾസോ ദാറ്റ് വിൽ ലീഡ് യു ഇൻ ടു PR ഓപ്പർച്യൂണിറ്റീസ് വെരി ഈസിലി. ഇനി റിയൽ ലൈഫ് വർക്ക് ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ്, ഇത് അല്പം നീണ്ടു പോകുന്നാലും പെട്ടെന്ന് പറയാം. ഇത് കുറച്ച് ഫിസിയോതെറാപ്പിസ്റ്റുമാർ നമ്മുടെ കൂടെ പഠിച്ച ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവർ വർക്ക് പ്ലേസിലെ കുറച്ച് എക്സാമ്പിൾസ് ഷെയർ ചെയ്താണ്. അപ്പം പേഷ്യൻസ് ആർ യൂഷ്വലി കവേർഡ് ഉണ്ട് ഗവൺമെൻറ് സപ്പോർട്ടഡ് ഇൻഷുറൻസ് സിസ്റ്റംസ്. അപ്പോൾ ഈ പേഷ്യൻസ് അതിനുശേഷം ഇതിനുശേഷം ദേ ഡോണ്ട് പേ മാസീവ് എമൗണ്ട്സ് ഫ്രം പോക്കറ്റ്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആർ ട്രസ്റ്റഡ് പ്രൊഫഷണൽസ്. ദേ ഹാവ് ടു മേക്ക് റിയൽ ക്ലിനിക്കൽ ഡിസിഷൻസ് ലൈക്ക് ഡോക്ടർ സെറ്റ് ബാക്ക് പെയിൻ, അതുകൊണ്ട് എക്സസൈസസ് കൊടുക്കുക, അങ്ങനെ ഒരു രീതിയിൽ സമീപിക്കുന്ന ആൾക്കാരല്ല. ആ ഫിസിയോതെറാപ്പിസ്റ്റ് അത് ശരിക്കും അസസ് ചെയ്യും ആൻഡ് ദെൻ ഡയഗ്നോസ് ചെയ്യും മൂവ്മെൻറ്റ് ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്നും, ആൻഡ് ദെൻ ഡിസൈഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രഷൻ. ദെൻ ഈ ഹീലിംഗ് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആൻഡ് ഇഫ് നീഡഡ് ഈ പേഷ്യൻസിനെ വേറെ ടെസ്റ്റുകൾക്ക് റെഫർ ചെയ്യാനും ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യാനും ഒക്കെ ഈ ഫിസിയോതെറാപ്പിസ്റ്റിന് സാധിക്കും. അനദർ തിങ് ഈസ് ടീം വർക്ക്. യു വിൽ ഹാവ് ടു വർക്ക് അലോങ് സൈഡ് വിത്ത് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻസ്, നഴ്സസ്, ഡോക്ടേഴ്സ്, സ്പോർട്സ് ട്രെയിനേഴ്സ്. അപ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഹോൾസം റിക്കവറിക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട ആൾക്കാർ കൂടിയാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മാറ്റേഴ്സ് എ ലോട്ട് ആൻഡ് ഓണസ്റ്റ്ലി എംപ്ലോയേഴ്സ് ലവ് ഫിസിയോതെറാപ്പിസ്റ്റ് ഹു ക്യാൻ വർക്ക് വെൽ വിത്തിൻ ടീംസ്. ഇനി പ്ലേസ്മെൻറ്റ്സും പ്രൊഫഷണൽ റിക്വയർമെൻറ്റ്സിനെ പറ്റിയും സംസാരിക്കാം.
ഈ പ്ലേസ്മെൻറ്റിന് മുന്നായിട്ട് സ്റ്റുഡൻസ് യൂഷ്വലി വിൽ നീഡ് വാക്സിനേഷൻസ്, പോലീസ് ചെക്സ്, ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ്സ്, ഓൺലൈൻ ഹെൽത്ത് കെയർ മൊഡ്യൂൾസ് ആൻഡ് കംപ്ലയൻസ് ട്രെയിനിങ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. പ്ലേസ്മെൻറ്റ്സ് എവിടെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സം യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് അപ് ടു 950 പ്ലേസ്മെൻറ്റ് അവേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൺസ് അക്രഡിറ്റഡ് ആയിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയും ചെയ്യും. ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്റ്റാർട്ട് വർക്കിംഗ് ഫ്രം ഡേ വൺ. കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഹോസ്പിറ്റൽസ്, സ്പോർട്സ് ഫിസിയോതെറാപ്പി, പ്രൈവറ്റ് പ്രാക്ടീസ്, ഏജ് കെയർ, റീഹാബിലിറ്റേഷൻ സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, ഡിഫൻസ് ആൻഡ് അത്ലറ്റ് റിഹാബ്, റിസർച്ചേഴ്സ്, യൂണിവേഴ്സിറ്റീസ്, ഒക്യുപ്പേഷണൽ റീഹാബിലിറ്റേഷൻ, ഇങ്ങനെ പല മേഖലകളിൽ ജോലി കിട്ടും. സ്പോർട്സ് ഫിസിയോതെറാപ്പി ഇപ്പോൾ വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ചാനലിൽ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.